എന്തിനെക്കുറിച്ചും ഇവിടെ സംഘ അജണ്ടകൾക്ക് അത് സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് എന്ത് നുണയും എന്ത് കളവും ആളുകളെക്കുറിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും, എന്തിനധികം പറയുന്ന ആൾക്ക് പോലും ഉറപ്പുണ്ടാവും ഇത് പച്ചക്കള്ളമാണ്. എന്നാൽ അത് വിശ്വസിക്കാൻ ഇവിടെ ആളുകളുണ്ടാവും. ബാബരിയിൽ അതാണ് നടന്നിട്ടുള്ളത്, നമുക്കറിയാം. നമ്മൾ എന്തുകൊണ്ട് ഈ വിഷയം പറയാൻ പൊന്നാനി സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് മഖ്ദൂമിന്റെ പാരമ്പര്യമുള്ള മണ്ണായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൊന്നാനി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് സൈനുദ്ദീൻ മഖ്ദൂമാർ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഉമർ ഖാദി എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്ന് ഇത് ഉറക്കെ പറയണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹന്തലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മയുണ്ടായിരിക്കുക എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി SIO ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് SIOന്റെ കേരളത്തിലെ ഉടനീളമുള്ള ജില്ലകളിൽ മുഴുവൻ പ്രദേശത്തും മുഴുവൻ യൂണിറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഈ ഹന്തലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മയുണ്ടായിരിക്കുക എന്ന ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനിൽ കാര്യമായി ഏറ്റവും പ്രധാനമായി 2 സബ്ജക്റ്റുകളാണ്, 2 വിഷയങ്ങളാണ് SIO പൊതുജനങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഹന്തലയുടെ വഴിയെ നടക്കുക എന്നതാണ്. ഹന്തലയുടെ വഴിയെ നടക്കുക എന്നാൽ എന്തെന്ന് നമുക്കറിയാം. അത് ഫലസ്തീൻ പോരാട്ടങ്ങളോടുള്ള അതിനോടുള്ള ഒരു സോളിഡാരിറ്റിയുടെ, അതിനോടൊപ്പം നിൽക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഹന്തലയുടെ വഴിയെ നടക്കുക എന്നുള്ളത്. എന്താണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടാത്ത വിധം നമ്മുടെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന വിഷയമാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത്. നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ വിദ്യാർത്ഥി റാലി തുടങ്ങി ഇന്ന് അവസാനിക്കുന്നതിന് മുൻപ് ഈ ഒരു സമയം, ഈ സംസാരം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടെങ്കിലും ഫലസ്തീനിൽ കുട്ടികൾ, അവിടുത്തെ സഹോദരങ്ങൾ, അവിടുത്തെ ഉമ്മമാർ, അവിടുത്തെ സഹോദരിമാർ ഇവർ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഷഹീദായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇവരുടെ ഈ ഷഹാദത്ത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഓഫറുകളുള്ള, സ്വന്തം ഭൂമി വിട്ടുകൊടുത്താൽ ഏറ്റവും കൂടുതൽ ഓഫറുള്ള ഒരു ജനതയായിരിക്കും ഫലസ്തീനിലെ ഗസയിലെ ജനത എന്നുള്ളത്. എന്നിട്ടും ആ ഓഫറൊക്കെ മുന്നിലുണ്ടായിരിക്കുകയും അവരെന്ത് ചെയ്യുകയാണ്, അവർ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പോരാട്ടങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് 100-150 ആളുകളുമൊക്കെ മരിക്കുന്ന പോരാട്ടം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അവരുടെ ഒരു സ്പേസിലേക്ക്, അവർ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ തൊട്ടടുത്ത കുടുംബത്തിൽ നിന്ന് 60, 70, 100 ആളുകളൊക്കെ മരിക്കുന്ന ഒരു സന്ദർഭം, ഷഹീദായി പോകുന്നൊരു സന്ദർഭം. രാവിലെ ഒരു ജോലിയിലേക്കോ മറ്റാവശ്യങ്ങൾക്കോ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചു വരുമ്പോൾ കുടുംബവും വീടുമില്ലാത്തൊരവസ്ഥ. 2 ദിവസം പ്രായമായ 2 കുട്ടികൾ, ഇരട്ട കുട്ടികൾക്ക് വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ ഒരു ഉപ്പ തിരിച്ചു വരുമ്പോൾ അവിടെ ആ കുട്ടികൾ മരിച്ചു കിടക്കുന്ന, പിന്നീട് ആ മരിച്ച കുട്ടികൾക്ക് വേണ്ടി ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ. ഒരു ജനത 70 കൊല്ലമായിട്ട് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത. ലോകത്തിലെ തന്നെ ഏറ്റവും തുറന്നിട്ടുള്ള എന്നാൽ ഏറ്റവും പ്രയാസമേറിയ ജയിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശം. അവിടെ ആളുകൾ പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് ബിൽഡിംഗ് മെറ്റീരിയലുകൾ, സ്വന്തം രാജ്യത്തേക്ക് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ, കുറച്ചൊരു ചാക്ക് സിമെന്റ് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ആകാശവും ഭൂമിയും കടലും ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ജനത. അവരെന്നിട്ടും നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ 70 വർഷമായി തുടരുന്ന ഒരു പോരാട്ടം. സ്വന്തം കുടുംബത്തിൽ പ്രായമായി മരിക്കുന്നതിനേക്കാളേറെ ആളുകൾ ഷഹീദായിക്കൊണ്ടിരിക്കുന്ന കുടുംബം. ഇത്രയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ മുന്നിൽ നമുക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ, ലോകത്ത് ഒരു കണ്ടീഷനും വെക്കാതെ നമുക്ക് അവരോട് സോളിഡാരിറ്റി പ്രഖ്യാപിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പല ആളുകൾ പറയാണ് ഹമാസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഫലസ്തീനൊപ്പമാണ്. ഒക്ടോബർ 7 അവർ അങ്ങോട്ട് പോയി ആക്രമിച്ചത് ശരിയായില്ല. ഫലസ്തീൻ ആക്രമിച്ചത് കൊണ്ടല്ല അവരിങ്ങോട്ടും ആക്രമിച്ചത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരോടൊക്കെ ഒറ്റ ഒരു കാര്യം മാത്രമാണ് ഈ സമ്മേളനത്തിൽ നമുക്ക് വിളിച്ച് പറയാനുള്ളത്. അങ്ങനത്തെ ഒരു കണ്ടീഷനും പറയാൻ സാധ്യമാവാത്ത വിധം അനുഭവിച്ചിട്ടുള്ള ഒരു ജനതയാണത്. അവരെന്തുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവരുടെ അതിമാരകമായ, നമുക്ക് പ്രതീക്ഷിക്കാൻ, നമുക്ക് ആഗ്രഹിക്കാൻ മാത്രം കഴിയുന്ന തരത്തിലുള്ള അപാരമായ അചഞ്ചലമായ ഒരു ഈമാൻ നിങ്ങൾക്ക് അവരിൽ കാണാൻ പറ്റും.
ലോകത്ത് ജയിലുകളിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഗസയായിരിക്കും, ഇസ്രായേലിലെ ജയിലുകളായിരിക്കും. ആ തരത്തിൽ പോരാടുന്ന ഒരു ജനതയോടൊപ്പം നിൽക്കുക എന്നതാണ് SIO ഈ ക്യാമ്പയിനിലൂടെ മുഴുവൻ വിദ്യാർത്ഥികളെയും അവരുടെ വീടുകളിൽ ചെന്ന്, അവരുടെ കളിസ്ഥലങ്ങളിൽ ചെന്ന്, അവരുടെ ഹോസ്റ്റലുകളിൽ ചെന്ന്, അവരുടെ ക്യാമ്പസുകളിൽ ചെന്ന്, എവിടെയാണോ വിദ്യാർത്ഥി യുവജനങ്ങളുള്ളത് അങ്ങോട്ട് ചെന്ന് പറയുവാനാണ് SIO കഴിഞ്ഞ ഒരു മാസക്കാലം ചെലവഴിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ നമുക്കതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമയത്ത് നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് ബാബരിയാണ്. ബാബരി എന്നുള്ളത് ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ബാബരി മസ്ജിദിനെ കുറിച്ച് നടന്നിട്ടുള്ളത്. പല ആളുകൾ നമ്മളോട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കും, ചില ആളുകൾ, നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇതൊക്കെ പറയണത്? ഇതൊക്കെ പോയി കഴിഞ്ഞു പോയ ചരിത്രത്തിൽ പെട്ടുപോയ, ചരിത്രത്തിൻ്റെ മറവികളിൽ പെട്ടുപോയ കാര്യങ്ങളല്ലേ ബാബരിയൊക്കെ. അതൊക്കെ ഇപ്പോൾ പറയേണ്ടതുണ്ടോ? അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതിനെക്കുറിച്ച് ഇനിയും വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മളോട് ഇതിൻ്റെ തലക്കെട്ടുകളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുമ്പോൾ വളരെ ഉപദേശ രൂപേണ നമ്മുടെ ഒപ്പം നിൽക്കുന്ന സ്വഭാവത്തിൽ ചില ആളുകളൊക്കെ നമ്മളോട് ചോദിക്കും, അതൊക്കെ ഇനിയും പറയേണ്ടതുണ്ടോ? അതൊക്കെ ചരിത്രമായ കാര്യങ്ങളല്ലേ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതല്ലല്ലോ നമ്മളിപ്പോൾ വിദ്യാർത്ഥികളോട് പറയേണ്ടത്. വളരെ കേട്ട് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ഉപദേശിക്കുന്ന സ്വഭാവത്തിൽ ചോദിക്കുന്ന ചോദ്യമാണത്. അവരോടെല്ലാവരോടും നമുക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ചരിത്രമറിയാത്ത ഒരു സമുദായം, എന്താണ് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടത് എന്നറിയാത്ത ഒരു സമുദായവും അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. SIO അത് പഠിപ്പിക്കുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? അത് കേവലം അതൊരു പള്ളി മാത്രമായിരുന്നില്ല, ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി കൂടിയായിരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാബരിയിൽ എന്താണോ സംഭവിച്ചത് അത് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് മുസ്ലിമിനും അവൻ്റെ ജീവനെക്കുറിച്ചാവട്ടെ, അവൻ്റെ വസ്തുക്കളെക്കുറിച്ചാവട്ടെ, അവൻ്റെ വീടിനെക്കുറിച്ചാവട്ടെ, എന്തിനെക്കുറിച്ചും ഇവിടെ സംഘ അജണ്ടകൾക്ക് അത് സാധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് എന്ത് നുണയും എന്ത് കളവും ആളുകളെക്കുറിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും, എന്തിനധികം പറയുന്ന ആൾക്ക് പോലും ഉറപ്പുണ്ടാവും ഇത് പച്ചക്കള്ളമാണ്. എന്നാൽ അത് വിശ്വസിക്കാൻ ഇവിടെ ആളുകളുണ്ടാവും. ബാബരിയിൽ അതാണ് നടന്നിട്ടുള്ളത്, നമുക്കറിയാം. എന്ന് മാത്രമല്ല, ബാബരിക്ക് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഴുവൻ അവസ്ഥയും ഇതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലേ? നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ. ഇപ്പം ലവ് ജിഹാദ്, നമുക്കത് കേൾക്കുമ്പോൾ തമാശയാണ് തോന്നുക. നാർക്കോട്ടിക് ജിഹാദ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കള്ളും കഞ്ചാവും കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം. നമുക്ക് സ്റ്റുപ്പിഡിയായിട്ട് നമുക്ക് ചിരിക്കാനൊക്കെ തോന്നും. പക്ഷെ അത് നമ്മൾ ചിരിച്ച് തള്ളുമ്പോഴും അത് പറയാൻ ഇവിടുത്തെ വലിയ വലിയ ഉന്നത പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അവരെ ചേർത്ത് നിർത്താൻ ഇവിടുത്തെ മന്ത്രിമാരുണ്ടാവും. അവരോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന പക്ഷത്തിൻ്റെ മന്ത്രിമാർ പോലും ഉണ്ടാവും. എന്നിട്ട് അതിനെതിരെ നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യയിൽ നിയമസഭകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു അവസ്ഥ, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഒരു പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പം പറയാണ് അതുണ്ടാക്കിയത് ഫ്ലഡ് ജിഹാദാണെന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ മാസം നമുക്ക് വയനാട് ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പേരിൽ അരീക്കോടും നമ്മുടെ ജില്ലയിലെ അരീക്കോട്, വാഴക്കാടൊക്കെ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി. അപ്പം കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. വയനാടുള്ള ഉണ്ടേരിയിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ മുസ്ലിങ്ങൾ ഫ്ലഡ് ജിഹാദ് ഉണ്ടാക്കിയതാണ്. അരീക്കോടും വാഴക്കാടും ഒക്കെ വെള്ളം കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം തമാശയും പുച്ഛമാണോ അതിനോട് തോന്നുക. അതേപോലെ പറയുന്ന മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. അതിൻ്റെ പേരിൽ നിയമം ഉണ്ടാക്കുന്ന നിയമസഭകൾ ഇന്ത്യയിലുണ്ട്. ആ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോഴും നമുക്കൊരു നിരാശയും അതിലില്ല. കാരണം നമ്മൾ നിൽക്കുന്ന മണ്ണിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഷിബിലി സാഹിബ് ഇവിടെ പറയുകയുണ്ടായി, പൊന്നാനിയുടെ മണ്ണാണിത്. നമ്മൾ എന്തുകൊണ്ട് ഈ വിഷയം പറയാൻ പൊന്നാനി സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് മഖ്ദൂമിൻ്റെ പാരമ്പര്യമുള്ള മണ്ണായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൊന്നാനി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് സൈനുദ്ദീൻ മഖ്ദൂമാർ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഉമർ ഖാദി എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്ന് ഇത് ഉറക്കെ പറയണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്.
നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇന്ത്യൻ മുസ്ലിമിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോഴും അറിയാതെയെങ്കിലും നമ്മുടെ റെഫറൻസ് അത് ഉത്തരേന്ത്യയിലുള്ള ഇന്ത്യയിലെ വിദൂരത്തെവിടെയോ ഉള്ള മുസ്ലിങ്ങളെക്കുറിച്ചാണെന്ന് നമ്മൾ വിചാരിക്കും. പലപ്പോഴും കേരളത്തിലുള്ള ആളുകൾക്ക് നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യയിൽ വേറെ എവിടെയോ ഉത്തരേന്ത്യയിൽ ദൂരത്തെവിടെയോ നടക്കുന്നൊരു സംഗതിയായിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതങ്ങനെ ഒന്നുമല്ല. കഴിഞ്ഞ 2 ആഴ്ചയിലെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ മാത്രം നമുക്കത് ബോധ്യപ്പെടും എങ്ങനെയാണ് സംഘ് പരിവാർ അജണ്ടകൾ ഇവിടെ നടപ്പാക്കുന്നത് എന്നുള്ളത്. അതിന് ഇടതെന്നോ വലതെന്നോ മാറ്റമില്ലാത്ത തരത്തിൽ ഇവിടെ സംഘ് പരിവാറുകൾ അജണ്ടകൾ അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ പുതിയ പുതിയ ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ നമുക്ക് ഒറ്റ വർത്തമാനം മാത്രമേ പറയാനുള്ളൂ. നമ്മളത് പറയുന്നത് ഉമർ ഖാദിയുടെ മണ്ണിൽ നിന്നാണ്, അത് പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂമാരുടെ മണ്ണിൽ നിന്നാണ്. നിങ്ങൾ എന്ത് തരം അജണ്ടകളുമായിട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ പോരാടി തകർത്തെറിഞ്ഞ ചരിത്രമുള്ള മണ്ണാണ് ഈ മണ്ണ് എന്നാണ് ഞങ്ങൾക്ക് ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് ഈ ഒരു പ്രൗഢഗംഭീരമായ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി SIO-ന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഷാബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.